വരയിടം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് അഡീനിയം ചെടികളാണ് കാണിക്കുന്നത്. എല്ലാ ചെടികളെല്ലാം വരാന്തയിലിരിക്കുമായിരുന്നു. മഴയൊക്കെ മാറി വെയിൽ തെളിഞ്ഞല്ലോ എന്ന് കരുതി ഒന്ന് വെളിയിലിറക്കി നിരത്തി വെച്ചതാണ്. അന്നേരം വീണ്ടും മഴ തുടങ്ങി. കുറച്ച് ചെടികളൊക്കെ പ്ലാസ്റ്റിക് ചട്ടിയിലാണ് ഇരിക്കുന്നത്. കുറച്ചൊക്കെ ഞാൻ സിമെൻറ്റ് കൊണ്ട് അഡീനിയത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചട്ടികളിലാണുള്ളത്. ഇതൊരു ഉണ്ടാക്കിയൊരു ചട്ടിയാണ് കാണിക്കുന്നത്. ഇത് ഓവൽ ഷേപ്പിലുള്ള പ്ലാസ്റ്റിക് ചട്ടിയിൽ ഒരുപാട് വലിയ ചെടികളല്ല, എന്നാലും അത്യാവശ്യം കേഡക്സൊക്കെ വന്നു തുടങ്ങിയ ചെടികളാണ്. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല, കാരണം മഴ തുടങ്ങിയപ്പോൾ തന്നെ വരാന്തയിൽ കയറ്റി വെച്ചതായതുകൊണ്ട് അന്ന് ചെയ്ത പോട്ടിംഗ് മിക്സിലെ വളമൊക്കെ ഉണ്ട്, അതൊന്നും ഒലിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്തില്ല. ഒന്ന് വെയിൽ കൊള്ളിക്കാൻ വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് വെയിൽ കിട്ടുമ്പോൾ പൂക്കളൊക്കെ വരും. ഇപ്പം 2 ദിവസം വെയിൽ കിട്ടിയത് കൊണ്ട് തന്നെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കമ്പ് കുത്തിയ ചെടിയാണ്. അതിനും സാറിന് കമ്പ് കുത്തിയ കേഡക്സ് ഉണ്ടാകില്ലെന്നാണ് പറയുന്നത്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ ചെടികളാണ്. ചെറിയ ചെടികളാണെങ്കിലും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ഒട്ടകത്തിൻ്റെ പുറത്താണ് വെച്ചിരിക്കുന്നത്. ഒരു 2 കാലപ്പുറം ഇപ്പുറം ഇട്ട് ഒട്ടകത്തിൻ്റെ പുറത്തിരിക്കുന്ന രീതിയിൽ അടുത്ത റിപ്പോർട്ടിങ്ങിന് അതിനെ പൊക്കി വെച്ച് ശരിയാക്കാമെന്ന് വിചാരിച്ചേക്കുന്ന ഒരു ചെടിയാണ്. ഇതൊരു വലിയ ചെടിയാണ്. വലിയ ചെടിയാണ്. ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്രാഞ്ചസ് ഒന്നും അധികം വെട്ടിക്കളഞ്ഞില്ല. അത് ആ ഒരു ഷേപ്പിൽ പടർന്ന് കിടക്കുന്ന പോലെ, ചരിഞ്ഞ് കിടക്കുന്ന പോലെ ആകട്ടെ എന്ന് കരുതി അങ്ങനെ വിട്ടിരിക്കുന്ന ഒരു ചെടിയാണ്. വലിയ ചെടിയാണെങ്കിലും ഇതൊക്കെ ഒറ്റ തണ്ടങ്ങനെ നീണ്ടു പോയിരിക്കുന്നതാണ്. ഒന്ന് ചെരിച്ച വളച്ചൊക്കെ കൊണ്ടുവരണം. ഇനി ഇതിന് ബ്രാഞ്ചുണ്ട്. അതുപോലെ പൂക്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ചെടിയുടെ ചുവട് വൃത്തിയാക്കിയിട്ടില്ല. ബാക്കി ചെടികളെല്ലാം ചുവട് വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ഒരു കാണാൻ നല്ല ഭംഗിയായിട്ട് ബോൺസായി ആയ ഒരു ചെടിയാണ്. അത് ഒരു നല്ല ചട്ടിയൊട്ടാക്കി അതിലേക്ക് മാറ്റണം. ഇതൊക്കെ ഉയർത്തി വെച്ച് വേറെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പോട്ട് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് എടുക്കാവുന്ന ചെടികളാണ് കാണുന്നത്. എൻ്റെ അഡീനിയം ചെടികളൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇനി വളമൊക്കെ ഇട്ട് കൊടുത്ത് നിറച്ച് പൂക്കളൊക്കെ ആകുമ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ഇതൊരു വലിയ അഡീനിയം ചെടി ഇന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. വേറെ ചെടികളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല. ഈ ഒരെണ്ണം മാത്രം ഒരു ഓവൽ ഷേപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലോട്ട് മാറ്റി. വേറെ വളങ്ങളൊന്നും ഇട്ടില്ല. പകരം ശകലം കുറച്ച് മണ്ണും കൂടെ ചേർത്ത് അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണ്.